കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. ബസ് ജീപ്പിലിടിച്ചാണ് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി സാജിദ് അജ്മലുണ്ട് കോഴിക്കോട്. സാജിദ്, എങ്ങനെയായിരുന്നു അപകടം? എന്താണ് മറ്റു വിവരങ്ങൾ? അരമണിക്കൂർ മുൻപാണ് അപകടം ഉണ്ടായത്. താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് ബസ് ജീപ്പിലിടിക്കുകയും ഈ ബസ്സിന് പിറകെ ഒരു കാർ വന്നിടിക്കുകയും ചെയ്തു. ജീപ്പിലുണ്ടായിരുന്നവരാണ് മരിച്ചതായി ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത്. 3 പേർ തൽക്ഷണം മരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മെഡിക്കൽ കോളേജിലേക്ക് 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില കൂടി അതീവ ഗുരുതരമാണ്. അതുപോലെ തന്നെ മരിച്ച ആളുകളെ ഈ സമീപത്തുള്ള അടിവാരത്തിനടുത്തുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ സെന്ററിലാണ് ഇവർ ഉള്ളത്. ഇവരുടെ മറ്റ് നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. മരിച്ച ഒരാൾ ഒടുവജാൽ സ്വദേശി പ്രമോദാണ്. മരിച്ച 2 പേരെ കുറിച്ചുള്ള പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നാൽ മരിച്ചതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു. എന്തായാലും അരമണിക്കൂർ മുൻപാണ് അപകടം ഉണ്ടായത്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാറിൽ ഉള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ. മരിച്ച ആളുകൾ, ജീപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ ഏത് നാട്ടുകാരാണ് എന്ന് സംബന്ധിച്ചും ഇവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒടുവജാൽ സ്വദേശി പ്രമോദ് എന്ന ആളുടെ പേര് മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു പുരുഷനും ഒരാൾ സ്ത്രീയുമാണ് എന്ന വിവരമാണ്. മറ്റ് ആളുകൾക്ക് ഗുരുതര പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് സാജിദിലേക്ക് ഞാൻ വരാൻ സംഭവ സ്ഥലത്ത് സാക്ഷിയായ ഗിരീഷ് ജോൺ ഇപ്പോൾ ടെലിഫോൺ ലൈനിലോട്. ശ്രീ ഗിരീഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏകദേശം 2 മണിയോടുകൂടി കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോവുകയായിരുന്ന രാജഹംസം എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ് വയനാട് ഭാഗത്തു നിന്ന് വന്ന ഒരു ജീപ്പുമായിട്ടാണ് ആദ്യം ഇടിച്ചത്. ആ ജീപ്പും ബസ്സും കൂടി തൊട്ട് പിന്നിലുള്ള കാറുമായും കൂട്ടിയിടിച്ചു. മറ്റൊരു ബസ്സും കൂടി ഈ ഇടിയിൽ കൂട്ടയിടിയാണ് നടന്നത്. നിരവധി ആളുകൾക്ക് പരിക്കുണ്ട്. സ്പോട്ടിൽ തന്നെ 3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ജീപ്പിലുള്ള ആളുകളാണോ മരിച്ച 3 പേരും? ജീപ്പിലുള്ള ആളുകളാവാനാണ് സാധ്യത. അത് ഈ എല്ലാ വാഹനത്തിലുള്ള ആളുകൾക്ക് ചെറുതും വലുതുമായി പരിക്ക് പറ്റിയതുകൊണ്ട് ഏത് വാഹനമാണെന്ന് വേർതിരിച്ച് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളെ വിവിധ ആംബുലൻസുകളിൽ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് പറഞ്ഞയച്ചതാണ്. കൂടുതൽ ആളുകളുടെ പരിക്ക് ഗുരുതരമാണോ? 2-3 ആളുകളുടെ സ്ഥിതി ഗുരുതരമാണ്. ഗതാഗതം എന്തായാലും പൂർണ്ണമായും ആ ഭാഗത്ത് സ്തംഭിച്ചിട്ടുണ്ടാകുമല്ലേ ഈ ആക്സിഡന്റ് ഉണ്ടായതോടുകൂടി? ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇവിടെ ഉണ്ട്. ഇവിടെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. റൈറ്റ്, ദൃക്സാക്ഷി ഗിരീഷ് ജോണാണ് വിവരങ്ങൾ നൽകിയത്. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, അദ്ദേഹം പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളുടെ നില ഇപ്പോൾ എങ്ങനെയാണെന്ന് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? പരിക്കേറ്റ 6 പേരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരുടെ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. സമീപത്തുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ബസ്സിൽ നിന്ന് നിസാരമായി പരിക്കേറ്റ ആളുകളെ ഉൾപ്പെടെ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ വയനാട്ടിലേക്കുള്ള ഗതാഗതം കുറച്ചു സമയമായി സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടത്തുകയാണ്. ആശുപത്രിയിൽ നിന്ന് സഹീർ കൂടി ചേരുകയാണ്. സഹീർ, ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്? 3 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് നിന്നും തൊട്ടടുത്ത പ്രദേശത്ത് നിന്നുള്ളൊക്കെ ആംബുലൻസ് ഒക്കെ സെറ്റാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പം ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടത് മണിക്കൂറായി തടസ്സപ്പെട്ട രീതിയിലാണ്. ഇപ്പൊ നാട്ടുകാരും അതേപോലെ തന്നെ പോലീസും അതേപോലെ തന്നെ മറ്റ് എല്ലാം ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ് ഇവിടെ നടക്കുന്നത്, ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടി. അപ്പം ഗതാഗതം കിലോമീറ്ററുകളോളം തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലിവിടെ ഉള്ളത്. എത്ര ആളുകളെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്? ഇവരുടെ ഗുരുതരമാണ് ഏകദേശം ഗുരുതരമായ പരിക്കുള്ള ആളുകൾ ഇപ്പൊ 2 ആളുകൾ സ്പോട്ടിൽ മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കൃത്യതയില്ല. 3 ആളുകൾ മരിച്ചതായിട്ടൊന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാള് പ്രമോദ്, 2 പുരുഷനും ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള 3 ആളുകളാണ് ഇപ്പം കൈതപ്പൊയിൽ കരുണാകർ സെന്ററിൽ ബോഡി ഉണ്ട്. ഈ ജീപ്പിലുള്ള ആളുകളാണോ ഈ മരിച്ചിട്ടുള്ള ആളുകളൊക്കെ? ജീപ്പിലുള്ള ആളുകളാണ് മരണപ്പെട്ടത്. ഇത് വയനാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്തതാണ് ഈ ഒരു മരണത്തിന് കാരണം, ഈ ഒരു ആക്സിഡന്റിന് കാരണമായിട്ടുള്ളത്. കൃത്യസ്ഥലം എവിടെയാണ് ഇത്? താമരശ്ശേരി. ഇത് താമരശ്ശേരി ചുരം കഴിഞ്ഞ് അടിവാരം മില്ലുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് ഒരു വുഡ് മില്ലുണ്ട്. അതിന്റെ തൊട്ടടുത്ത് നേരെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ആക്സിഡന്റ്. അവിടെ ഒരു വലിയൊരു വളവുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. റൈറ്റ് സഹീർ, നന്ദി ഈ വിവരങ്ങൾ നൽകിയതിനാൽ. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടായി. ഇപ്പോൾ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് സ്ഥലത്തുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
അതായത് ബസ്സും ജീപ്പും കാറും കൂട്ടിയിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കാണ്. ഇവരെ അപകടങ്ങൾ പറ്റിയ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആംബുലൻസുകൾ അവിടെ എത്തി. ബസ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വാഹനം എന്ന നിലയ്ക്ക് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വയനാട് കോഴിക്കോട് റൂട്ടിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും സംയുക്തമായി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചിരിക്കുന്നു. ബസ് ജീപ്പിലിടിച്ചാണ് അപകടം. അതിന് പിറകിലൊരു കാറും വന്നിടിച്ചു. അപകടത്തിൽ ആ ജീപ്പ് പൂർണ്ണമായും തകർന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 3 പേർ മരിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ജീപ്പിലുണ്ടായിരുന്ന ആളുകളാണ് മരിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്.